അയ്യോ സാറ് വന്നോ? മീര സാറ് വന്നോ? വന്നു. പോയി കേട്ടിട്ട് വാ. വാവ്, എന്തൊരു സമാധാനം. ഇന്നത്തെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കിരൺ, വാട്ട്സ് ദിസ്? സർ, ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് ചെയ്യാനറിയാം, അല്ലെങ്കിൽ ഈ പണിക്ക് ഒരുങ്ങി കെട്ടി വരാൻ നിൽക്കരുത്. അത് കംപ്ലീറ്റ് ആക്കാൻ ഇച്ചിരിയുടെ ടൈം. ഈ ഒരു കുഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇതിന് മാത്രം ടൈം വേണ്ടത്. ഇത് എൻ്റെ അവസാന വാണിംഗ്. ഇനി ഇതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇനി വീട്ടിലിരിക്കത്തേ ഉള്ളൂ. Why are you still standing here? Go and finish this. ഓക്കെ സർ. എന്താണ് മോനെ, കണക്കിന് കിട്ടിയെന്ന് തോന്നുന്നല്ലോ. കിട്ടിയോന്ന് ചോദിക്കേ വേണ്ട. അല്ലെങ്കിൽ നിനക്കത് കിട്ടേണ്ട തന്നെയായിരുന്നു. അയാളുടെ വിചാരം എന്താ, ഞാൻ റോബോട്ടാണ്? ഒരാഴ്ച ചെയ്യേണ്ട വർക്ക് 2 ദിവസം കൂടി ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്ത് തീർക്കുന്ന? എന്നിട്ട് ഇതൊക്കെ നീ അവിടുന്ന് പറഞ്ഞോ സാറിൻ്റെ അടുത്ത്? അല്ല, പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അത് എനിക്കറിയായിരുന്നു. ഓ, ഇതാ സഞ്ജയ് സാറ് വരുന്നു. എന്താണ് കിരണേ, പതിവ് പോലെ ഇന്നും ഗെറ്റ് ഔട്ട് അടിച്ചോ? നമ്മുടെ സാറിന് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും ഗെറ്റ് ഔട്ട് അടിക്കും. ഇത് പുള്ളിയുടെ ഒരു ശീലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്നാലും സഞ്ജയ് സാറ് എങ്ങനെയാ സാറ് ആ കാട്ടുപോത്തിൻ്റെ ഫ്രണ്ടായത്? എനിക്കതിൻ്റെ ലോജിക്ക് തീരെ മനസ്സിലാവുന്നില്ല. സാറിന് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ സാറിൻ്റെ ഫ്രണ്ടിനൊന്ന് ഉപദേശിച്ച് നന്നാക്കണം. സ്വഭാവം തീരെ ശരിയല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എംപ്ലോയീസ് എല്ലാം ഇയാളെ തല്ലിക്കൊല്ലും. ഇച്ചിരി ബിസിനസ് മൈൻഡ് കൂടുതലുള്ള ആളാണ് അതെന്നല്ലാതെ അവന് വേറൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാം നിന്റെ പ്രോബ്ലമാണ്. മര്യാദയ്ക്ക് ചെയ്യാൻ പറഞ്ഞ ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ അവൻ്റെ വായിലുള്ളത് കേൾക്കും. അതാണ് പ്രശ്നം. സാറിൻ്റെ ലെവലിൽ എന്തായാലും ഞങ്ങൾ ഉയരൂലല്ലോ. അതുകൊണ്ട് എപ്പോഴും സാറിൻ്റെ വായിലുള്ളത് ഞങ്ങൾ കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഞാനാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഈര. നീ ഇനിയും വളരേണ്ടിയിരിക്കുന്നു മോനെ. ഇതാ, നീ എന്തിനാ കിരണ വഴക്ക് പറഞ്ഞത്? അവനതാ പുറത്ത് പരാതിയും പറഞ്ഞിരിക്കുന്നു. അത് പിന്നെ ഞാൻ പറയില്ലേ, ഒരു കാര്യം പറഞ്ഞ് അവന് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറഞ്ഞ സാധനമാണ് അവനതിൻ്റെ പകുതി പോയിട്ട് 1/4 ഭാഗം കൂടി തീർത്തിട്ടില്ല. പിന്നെ അവനിവിടെ എന്നതാ ജോലി? ചുമ്മാ തരപ്പരം നടക്കാനാണോ ഞാൻ അവന് സാലറി കൊടുക്കുന്നത്? ഓക്കെ റിലാക്സ്, കുഴപ്പമില്ല, അവൻ ശരിയായിക്കോളും. പറ, എന്താ നീ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സംസാരിക്കുകയാണെന്ന് പറഞ്ഞത്? ഞാനതൊക്കെ മറന്നു. ഇറ്റ്സ് മൈ മാരേജ്. ഓ മൈ ഗോഡ്, റിയലി? എപ്പോൾ? 1 month കൂടി ഉണ്ട്. ഓൾറെഡി ഞാൻ റിസൈൻ വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോകണം. പിന്നെ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്താൻ വേണ്ടി ആലോചിച്ചിരിക്കുക. നാട്ടിൽ ഞാനൊരു ജോലി നോക്കിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് സെറ്റായി. നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെയാണ്. സോ മെയിൻ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിസൈൻ വെച്ച് പോകുന്ന സമയത്ത് നീയും എൻ്റെ കൂടെ നാട്ടിലേക്ക് വരും. എന്നിട്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോന്നാൽ മതി. വാട്ട്? നോ വേ. അത്രയും ദിവസമൊന്നും എന്തായാലും എനിക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. നിനക്കറിയാലോ എൻ്റെ കാര്യം. ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും നിൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ എന്നോട് ഓക്കെ പറഞ്ഞു. നിന്നെ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ മതി എന്നാണ് നിൻ്റെ പപ്പ പറയുന്നത്. നീ ബിസിനസ്സും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെ എത്താൻ പോകുന്നില്ലെന്നാ നിൻ്റെ പപ്പ പറയുന്നു. പപ്പയ്ക്ക് അങ്ങനെ പലതും പറഞ്ഞാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനല്ലേ. അത് തന്നെ അങ്കിളിൻ്റെ ഏറ്റവും വലിയ പേടി. നീ ഇങ്ങനെ ബിസിനസ്സും നോക്കി നിന്നോ? നിൻ്റെ കല്യാണം കാണാൻ വേണ്ടി പപ്പയും അമ്മയും ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമോ?
ഐ ഡോണ്ട് ലൈക്ക് മാരേജ്. നിനക്കറിയാലോ അതേപ്പറ്റി. എനിക്ക് ഈ റിലേഷൻഷിപ്പിലൊന്നും യാതൊരു താല്പര്യമില്ല. പിന്നെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അല്ലാതെ എന്തോ ഒരു പേര് ജീവിക്കുന്നുണ്ട്. ഞാനും അതുപോലെ ജീവിച്ചോളും. ജീവിച്ചോളും. എത്ര കാലം? ഇപ്പൊ തന്നെ നിനക്ക് 30 30 29. ആ അത് തന്നെ, ആകാനായില്ലേ. ഞാൻ പിന്നെ നേരത്തെ നാട്ടിലൊരു പെങ്കൊച്ചിനെ കണ്ടുവച്ചതുകൊണ്ട് എനിക്ക് ഈ പ്രായത്തിലൊരു കൊച്ചിനെ കല്യാണം കഴിക്കാനുണ്ടായി. നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് ഏത് പെങ്കൊച്ചും നിന്നെ പ്രേമിക്കും? സൗന്ദര്യം മാത്രം ഉണ്ടായാൽ പോരാ മോനെ, ഈ സ്വഭാവം നന്നാവണം. സത്യം പറയാലോ അളിയ, ഇവിടെയുള്ള ഒരു സ്റ്റാഫിനും നിന്നെ താല്പര്യമില്ല. അവരെ നല്ല സ്വഭാവം കാണിച്ച് ഇമ്പ്രസ് ചെയ്തിട്ട് എനിക്കൊന്നും നേടാനില്ല. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ പറ്റണം. അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ റിസൈൻ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള വേറെ ജോലിക്കകത്ത് പൊക്കോളൂ. ആ അത് വിട്. 2 ആഴ്ച മുമ്പ് ഒരു മോഡൽ വന്നായിരുന്നല്ലോ ഇവിടെ. അവളുടെ പേരെന്തായിരുന്നു? ജാനറ്റോ. ആ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണല്ലോ കേട്ടത്. എന്നിട്ട് നീ എന്തിനാ അവളെ റിജക്റ്റ് ചെയ്തത്? അവള് ഭയങ്കര സ്കിന്നിയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്ത സ്റ്റെഫിയോ? അവള് ഭയങ്കര സംസാരം, എൻ്റെ ചെവി തിന്നുമായിരുന്നു. അപ്പം കഴിഞ്ഞ മാസം വന്ന പാർവതിയോ? അവക്കെന്തായിരുന്നു പ്രശ്നം? ഐ ഡോണ്ട് ലൈക്ക് ഹർ സ്മൈൽ. ഓക്കെ, അതിനു മുമ്പ് ഒരു പെങ്കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ചാരുവോ? അവള് നല്ലൊരു കൊച്ചായിരുന്നല്ലോ. അവക്കെന്താ പ്രശ്നം? ഐ ഡോണ്ട് ലൈക്ക് ഹർ ഐസ്. അവളുടെ കണ്ണിലൊരു സ്പാർക്കിൾ ഫീൽ ചെയ്തില്ല എനിക്ക്. ആടാ, മെലിഞ്ഞ് ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്നുവെന്നും അതുപോലെ സംസാരിക്കുന്ന സമയത്ത് തേനൊലിച്ചില്ലെന്നും കണ്ണെന്ന് തീ പാറിയില്ല എന്നും പറഞ്ഞിട്ട് പെമ്പിളാർ റിജക്റ്റ് ചെയ്യലാണല്ലോ നിന്റെ പരിപാടി. പോരാത്തതിനും നീ അതുങ്ങളെ റിജക്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതുങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്യുക ജോലിയിൽ നിന്ന്. അതെനിക്ക് മനസ്സിലാവാതെ. ഞാൻ എന്ത് ചെയ്യാനാടാ, എനിക്കതൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ അവർ റിജക്റ്റ് ചെയ്ത സ്ഥിതിക്ക് രണ്ടുപേർക്കും ഒരു ഓക്കേർഡ് സിറ്റുവേഷൻ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിടുന്നത്. ഓക്കെ, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇനി എന്തൊക്കെ നീ പറഞ്ഞാലും എൻ്റെ കൂടെ നാട്ടിലേക്ക് നീയും വരും. സച്ചു, എനിക്ക് വരാൻ പറ്റില്ല. നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്കിൾ നോക്കിക്കോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി നിന്നു. വാവ്, സോ ബ്യൂട്ടിഫുൾ. എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ പറയുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. വാ. ഇതാണ് എൻ്റെ അമ്മ ലക്ഷ്മിക്കുട്ടി. മെൽവിൻ അല്ലേ? സച്ചു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കേറി വാ. ആ, നിങ്ങൾ വന്നോ? എന്താ ഇച്ചിരി നേരം വൈകിയല്ലോ? അതിവൻ വരുന്ന സമയത്ത് നെല്ലൊക്കെ കണ്ടപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതാ ഇച്ചിരി ടൈം പോയത്. പരിചയപ്പെടുത്താൻ പറഞ്ഞത്. ഇതെന്റെ അച്ഛൻ. ഒരാളും കൂടി ഉണ്ട്. അമ്മേ, അച്ചു എന്തേ? ആ, അച്ഛന് ഇന്ന് ക്ലാസ് ഉണ്ട്. അവൻ സ്കൂളിൽ പോയിരിക്കാം. അവൻ എന്തിനാ സ്കൂളിൽ പോയത്? ഞാൻ വരാന്ന് അവൻ അറിയത്തില്ലേ? അവനൊരു ദിവസം ലീവ് എടുത്താ എന്താ? പിന്നെ നീ വരാന്ന് ഓർത്തിട്ട് അവനിപ്പോ ലീവ് എടുക്കുവാണല്ലോ. അവനിപ്പോ വരും. 4:30 ആകാനായില്ലേ? സച്ചു, പിന്നെ
മെൽവിന് ഞാൻ അച്ചുവിൻ്റെ തൊട്ടപ്പുറത്തെ റൂം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കേ. ആ പിന്നെ രണ്ടുപേരും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാട്ടോ. ഡാ ഇതാ നിന്റെ റൂം. നീ ഒന്ന് ഫ്രഷ് ആയേക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ. ഓക്കെ. ഹലോ, ഇങ്ങനെ ഒരു അനിയൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയോ? അച്ചു വേണ്ട വേണ്ട, അധികം സ്നേഹപ്രകടനം വേണ്ട. എന്നൊന്ന് വിളിച്ചു നോക്കാൻ വരെ നിനക്ക് പറ്റില്ലല്ലോ. നിനക്ക് സമയമുള്ള തിരക്കല്ലേ. എനിക്കാണോ തിരക്ക്? നിനക്കല്ല തിരക്ക്. ഞാൻ എപ്പോഴും അമ്മേനെ വിളിക്കുന്ന സമയത്ത് നിനക്ക് കളിക്കാൻ പോകാനല്ലേ സമയമുള്ളൂ. ഈ ഏട്ടനോട് സംസാരിക്കാൻ നിനക്ക് അത്ര സമയമൊന്നുമില്ലല്ലോ. ആ ഓക്കെ ഓക്കെ, ഇനി അതിന് മുഖം വെറുപ്പിക്കണ്ട. എന്നിട്ട് എന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അവിടെ നിന്ന്? നിനക്കിഷ്ടമുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടിക്കകത്തുണ്ട് എല്ലാം. പോയി എടുത്തോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. ആദ്യം ഞാൻ ചായ കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് എന്താ കൊണ്ടുവന്നത് നോക്കാട്ടാ. എന്താ ഈ റൂമിലൊരു അനക്കം? ആരാത്? കള്ളൻ. അയ്യോ അമ്മേ, സച്ചു ഓടിവാ, കള്ളൻ. കള്ളനോ? എവിടെ? വാ, ഇവിടെ വേറെ ആരും ഞാൻ കാണുന്നില്ലല്ലോ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നു? ഇനി എന്നെയോ മറ്റോ ആണോ? ദേ കൊച്ചെറുക്ക, വായിത്തൊന്ന് വിളിച്ചു പറയാൻ നിൽക്കരുത്. ആരാ ഇവിടെ തന്നെ കൊച്ചേർക്കൻ? ഞാനിപ്പോ പോലീസിനെ വിളിക്കും. സത്യം പറഞ്ഞു, താൻ ഞങ്ങളുടെ വീട്ടിൽ കക്കാൻ കയറിയതല്ലേ? ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ ഇത് ഞാൻ വിശ്വസിക്കുന്നതാണോ താൻ വിചാരിച്ചിരിക്കുന്നത്? ഞാനെന്താ പൊട്ടനാണോ? എനിക്കെന്താ കണ്ടാൽ മനസ്സിലാവില്ലേ? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചാലെന്താ? ഈ കക്കല് മാത്രമാണോ തൻ്റെ പരിപാടി? അയ്യോ, നോക്കി പേടിപ്പിക്കുകയാണല്ലോ. അച്ചു എന്താ ഒരു സൗണ്ട് കേട്ടെ? സച്ചു ഇത് നോക്ക്, നമ്മുടെ വീട്ടിലൊരു കള്ളൻ. പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. അച്ചു ഇത് കള്ളനൊന്നും അല്ല, എൻ്റെ ഫ്രണ്ടാ, കല്യാണത്തിന് വേണ്ടി വന്നാ. ഏതാടേ കുരുപ്പ്? പരിചയപ്പെടുത്താൻ മറന്നു. ഇത് എൻ്റെ അനിയൻ ആരവ് കൃഷ്ണൻ. അച്ചു എന്ന് വിളിക്കും. ഓ, സച്ചുവിന്റെ ഫ്രണ്ടാണോ? എന്നാ അത് പറയണ്ടേ, എന്നാലേ എനിക്കറിയുള്ളൂ. അതിന് പറയാൻ നീ അനുവദിച്ചോ? ഞാൻ എന്താ അനുവദിക്കായിരുന്നു? ഞാൻ തന്റെ വായിലൊന്നും കയറി പൊത്തിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയണായിരുന്നു. ഡാ, നിന്റെ അനിയൻ എന്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്റെ കൺട്രോൾ പോകും. അച്ചു, നീ താഴ്പ്പൊക്കെ. അമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കി? സ്പെഷ്യലാണോ? അറിയില്ല എന്താന്ന്, നീ പോയി നോക്ക്. വിട്, അവൻ കൊച്ചല്ലേ. എത്രാം ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലെ ഇപ്പം. ഈ വർത്തമാനം മാത്രമേ ഉള്ളൂ. ആള് പാവമാണോ പഞ്ചാരയാണോ എന്ന് എനിക്കറിയണ്ട. അവനോട് പറഞ്ഞേക്ക് എന്നോട് ഇതുപോലെ സംസാരിക്കാൻ വരാൻ നിൽക്കരുതെന്ന്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായില്ലെങ്കിൽ അവനും ഉള്ളു. ഇനി ഒന്നും ഉണ്ടാവില്ലെന്നേ, ഇതെന്റെ ഉറപ്പാ. അച്ചു, പോയി അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വിളിക്കേ. ഓക്കേ. ദേ സച്ചു, അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, ബാ. ദേ അങ്കിളിനെ വിളിച്ച് ഫുഡ് കഴിക്കാൻ.
വാട്ട് അങ്കിൾ? ഇവനെ ഇന്ന് ഞാൻ എടാ ഒന്നും ചെയ്യരുത്, റിലാക്സ്. നിന്റെ അനിയനാണ് എന്നൊരൊറ്റ കാരണം കൂടെ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചവിട്ടിക്കൂടി ഞാൻ പൊട്ടക്കേണ്ടല്ലോ ഇറങ്ങിയാനെ. സാരമില്ലടാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ. മെൽവിനെ എണീക്ക്, വാ നമുക്ക് അമ്പലത്തിൽ പോവാം. എന്താടാ വെളുപ്പാൻ കാലത്ത്? പിന്നെ ഇപ്പോഴല്ലേ അമ്പലത്തിൽ പോകുന്നേ, പെട്ടെന്ന് എനിക്ക് പോകാം. ഒന്ന് പോയി ഉറങ്ങടേ. ഈ സമയത്ത് പൂജാരി വരെ അമ്പലത്തിൽ വന്നിട്ടുണ്ടാവും. അത് നിനക്ക് എങ്ങനെ അറിയാനാ? അവിടുത്തെ പണ്ടത്തെ പൂജാരി നീയായിരുന്നു. നീ എണീച്ചേ, വാ പോവാ. അല്ല, ഞാൻ വന്നാ ശരിയാവൂ? അതൊന്നും ഒരു കുഴപ്പമില്ല, നീ വന്നേ. അവളെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അവിടെ. ആര്? അവളില്ലേ, ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ച് കീർത്തി. അവൾ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോടും അമ്പലത്തേക്ക് ചെല്ലാൻ. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്? നീയും കൂടി വാ എൻ്റെ കൂടെ. ആ വരിക. നിങ്ങൾ എങ്ങോട്ട് പോവാ രാവിലെ തന്നെ? കിച്ചു, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. കീർത്തി ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാനും വരട്ടെ. ആ, പെട്ടെന്ന് കുളിച്ചിട്ട് വാ. വിച്ചൂടാ, പെട്ടെന്നൊന്ന് ഇറങ്ങി വാ. ദാ അവള് നിൽക്കുന്നുണ്ട് അവിടെ. ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിന്നോ. ആ, ഹായ്. സച്ചുവേട്ടൻ എന്താ അത്ര ലേറ്റായി? ഞാൻ എന്തോ ഒരു സമയം വെയിറ്റ് ചെയ്യുന്നു. അതൊന്നും പറയേണ്ട കാർത്തു. അവന്മാരെ രണ്ടുപേരും ഒരുങ്ങി കെട്ടി വന്നപ്പോൾ ഇച്ചിരി സമയം പോയി. അല്ല, നീ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, അനിയത്തിയും കൂടി ഉണ്ട്. അവളതാ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. സച്ചുവേട്ടന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ നിങ്ങള് ഒരേ പ്രായമാണോ? എന്ന് വെച്ചാ 30 29. ആ, ഓക്കെ. എന്നിട്ട് കല്യാണം ഒന്നും കഴിച്ചില്ല? നോ. അപ്പോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും അല്ലേ? ഇല്ല. ഗേൾ ഫ്രണ്ട്സും ഇല്ലേ? അപ്പോ ബോയ് ഫ്രണ്ട്സ് ആണോ ഉള്ളേ? വാട്ട്? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞു തന്നെ? അതെൻ്റെ സ്കൂളിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഞാനും അവനും നല്ല ഫ്രണ്ട്സാ. പക്ഷേ ഞങ്ങളുടെ സ്കൂളിലെ ഗേൾസ് എല്ലാം പറയുന്നത് ഞങ്ങൾ ഗേ കപ്പിളാന്ന. അങ്ങനെ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ പിള്ളേർ പഠിക്കേണ്ട പ്രായം. ലവ് ഒന്നും ചെയ്ത് സമയം കളയേണ്ട പ്രായമല്ല. നീ ഇപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ? പഠിക്കാൻ നോക്ക്. അപ്പോൾ അതെ, ഇയാൾക്ക് ആരുമില്ല. ശരിക്കും ആരുമില്ല. എനിക്കതിന് താല്പര്യമില്ല. ഓക്കെ. പിന്നെ സച്ചുവേട്ടൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, ആണോ? നിങ്ങൾ പരസ്യമൊക്കെ ഇങ്ങനെ മോഡൽസിനെ വെച്ച് ചെയ്യിക്കുന്ന കമ്പനിയല്ലേ? അതെ, എനിക്ക് മോഡലിങ്ങിന് നല്ല താല്പര്യമുണ്ട്. ഞാനൊരു മോഡലായ
നല്ല രസം ഉണ്ടാവില്ലേ? നോ, ക്യൂട്ട് ഫേസ് മോഡലിന് ആപ്റ്റാവില്ല. കഴിഞ്ഞു, പോവാം വീട്ടില്. പോവാം. സച്ചുവേട്ടാ, ആരാ അത്? സച്ചുവേട്ടന്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടൊക്കെ തന്നെയാ. പക്ഷെ അവന്റെ അടുത്ത് നിങ്ങൾ പോവാത്ത മതി. അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ വല്ലാണ്ട് ബാധിക്കും. അതൊന്നുമില്ല, അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. ഓക്കെ, പറഞ്ഞാൽ കേൾക്കുന്നെങ്കിൽ വേണ്ട. കിട്ടാനുള്ളത് നേരിട്ട് കൈയോടെ വാങ്ങിച്ചിട്ട് വന്നോളൂ. ഹായ്, ഐ എം ദീപ്തി, സച്ചുവേട്ടന്റെ കസിന. ഇയാളുടെ പേരെന്തായിരുന്നു? മെൽവിൻ. യു ലുക്ക് സോ ഹാൻസം. ഫ്ലാറ്റിൽ കാണാൻ ഉദ്ദേശമെങ്കിൽ അതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണം. അതെ, ഞങ്ങള് എന്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്. അല്ലാതെ കൊണ്ട് ചെക്കന്മാരെ പിന്നാലെ വായി നോക്കി നടക്കലല്ല ചെയ്യേണ്ടത്. നിക്കടാ. താൻ എന്തിനാ അമ്മ ചേച്ചിയോട് അങ്ങനെ പറയുന്നത്? അമ്മ ചേച്ചിക്ക് എന്തൊരു വിഷമമെന്നറിയോ? അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആ പെണ്ണ് കരഞ്ഞതിന് ഞാനിപ്പോൾ എന്താക്കാനാ? നിങ്ങളെന്താ ഇങ്ങനത്തെ സ്വഭാവമായി പോയത്? ഒരാളെ സ്നേഹിക്കുന്നൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, സ്നേഹം പറയാൻ വന്നിരിക്കുന്ന പ്രായമാണോ? 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നല്ലോ ആ പിള്ളേരെ കണ്ടിട്ട്. അതെന്താ, 18 വയസ്സിന് മുമ്പ് ആർക്കാരോടും പ്രേമമൊന്നും ഉണ്ടാവില്ലേ? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അവൻ, അപ്പോഴേക്കും എന്നെ ഉപദേശിക്കാനായി. എനിക്കറിയാം ആരോട് എന്തെങ്ങനെ പറയണമെന്ന്. അത് നീ എന്നെ പഠിപ്പിക്കുന്ന ആവശ്യമില്ല. പിള്ളേരുടെ സ്ഥാനത്ത് നിന്നാൽ മതി. I love you. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്.
വെച്ചു, നീ എന്താ ഇപ്പൊ തന്നെ പോകുന്നേ? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഒരാഴ്ച കൂടി നിന്നിട്ട് പോവാം. അയ്യോ ശരിയാവില്ല, ഇപ്പോഴേ കമ്പനി തലകുത്തനെ ആയിട്ടുണ്ട്. ഞാൻ ചെല്ലാതെ ഇനൊന്നും ശരിയാവില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ അങ്കിള് നോക്കിയോളും. നീ 2 ദിവസം കൂടി നിന്നിട്ട് പോവാം. നിനക്കറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. എന്നാലും അയ്യോ അച്ഛൻ സ്കൂളിൽ പോയിരിക്കാണല്ലോ, അവനെയും കൂടി ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകായിരുന്നു. ഇനി നീ എപ്പോഴാ വരാന്നൊന്നും അറിയില്ലല്ലോ. ഏയ് അത് സാരമല്ല, നീ പറഞ്ഞാ മതി അവനോട് ഞാൻ പോയി എന്ന്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. സച്ചുവേട്ടന്റെ ഫ്രണ്ട്, അയാൾ എവിടെ പോയി? അച്ചു അവൻ പോയി. പിന്നെ നിന്നോട് പോയി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹലോ പിച്ചു, ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. പറയണ്ട, ഇന്ന് തിരിയാൻ സമയമില്ല. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? മോനെന്ത് പറയുന്നു? സുഖം, എല്ലാവരും അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്താടാ? അല്ല, അത് അച്ചു ഇല്ലേ, അവന് ആക്ച്വലി മോഡലിങ്ങിനൊരു പാഷൻ ഉള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ കമ്പനിയിലൊന്ന് നോക്കൂ, അവനൊരു ജോലിക്ക് വേണ്ടിയിട്ട്. നീ ട്രയലൊന്ന് നോക്കി വെക്കാം അവനെ. അവൻ ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ നോ പറഞ്ഞോ, കുഴപ്പമില്ല. അത് അച്ചു അവൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നില്ല. എടാ, നീ പണ്ട് കണ്ട പോലെ ഒന്നല്ല ഇപ്പൊ അവൻ ഇരിക്കുന്നത്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്റെ ചേട്ടനെന്നേ പറയത്തുള്ളൂ. 5 വർഷം കഴിഞ്ഞില്ലേ, അവളൊക്കെ വലുതായി. ആണോ? എന്നാ നീ അവനെ ഇങ്ങോട്ട് അയക്കുക, ഞാൻ നോക്കാം. ഹായ്. ഹായ്, അച്ചു അല്ലേ? അതെ, എന്നെ കണ്ടു മനസ്സിലായില്ല. ബാബോ,
അച്ചു, ഇതാ കാണുന്ന റൂമിലേക്ക് ഇന്നൊരു ലഗേജ് എല്ലാം വെച്ചു. ഇതാണ് എൻ്റെ റൂം. ഓക്കെ. പിന്നെ വേറെ ആരും ഇല്ല ഇവിടെ? വേറെ ആരും ഇല്ല ഇവിടെ. താങ്ക് ഗോഡ്. അതറിഞ്ഞാൽ മതി ഇനി. അല്ല, ഭയങ്കര ക്ഷീണം. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അച്ചു, ഒരാള് പൊളിച്ചോണ്ടിരിക്കുമ്പോ അതിങ്ങനെ ഒളിഞ്ഞു നോക്കാന്ന് പറയുന്നത് അതത്ര നല്ല ശീലമാണ്. അത് ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നല്ല. നീ കുളി കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് വാ, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചു, ബാ ഇരിക്കും. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? 10-35 വയസ്സായിന്ന് കണ്ടാ പറയില്ല. യോ സ്റ്റിൽ സോ ക്യൂട്ട്. ക്യൂട്ട്? ഞാനോ? അച്ചു, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നോക്കും. അച്ചു, തമാശ കളിക്കാൻ നിൽക്കരുത്. ഐ ആം സീരിയസ്. തനിക്കറിയാലോ എനിക്ക് തന്നെ ഇഷ്ടമാണ്. അന്ന് ഞാൻ കിസ് ചെയ്തപ്പോ താൻ ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്ന് എനിക്ക് മനസ്സിലായത്. ആ റീസൺ കാരണല്ലേ താൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോകുന്നത്. അച്ചു മതി, പോയി കിടന്നുറങ്ങണം പോ. പിന്നെ നമ്മൾ നാളെ ഒരു 8:45 ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴേക്കും റെഡിയായി നിൽക്കും. ഗുഡ് മോർണിംഗ്. ഓ, രാവിലെ തന്നെ ആശാൻ കലിപ്പിലാണല്ലോ. ഇനി ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ? ഓഹോ, ഇത് തനിക്ക് മാത്രമേ പറ്റുള്ളൂ. എനിക്കും പറ്റും. കാണിച്ചു തരാം ഞാൻ. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഇവിടെ ഒന്നുമില്ല. പിന്നെ താൻ രാവിലെ വായു ഭക്ഷിച്ചാണോ ജോലിക്ക് പോകുന്നത്? എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ വല്ലതും ഓർഡർ ചെയ്യും. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ നീ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, അല്ലാതെ ഞാൻ ഉണ്ടാക്കി തരുന്ന വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട. ഓഹോ, അവ പറഞ്ഞു വിടാനാണ് ഉദ്ദേശം. നടക്കില്ല മോനെ, നടക്കില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. ഐരോണും ആ ഫ്രിഡ്ജിൽ അങ്ങനെ പോയി നോക്ക്. ഓ, ഇത് ഇയാളുടെ വീട് തന്നെയല്ലേ? അതെ, ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വാ വന്ന് കഴിക്കോ. ഞാൻ 2 പേർക്കും കൂടി ഉണ്ടാക്കിയത്. എനിക്ക് വിശക്കുന്നില്ല. കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? വരിക. ഓഹ്, ഇവനെന്റെ നല്ല സ്വഭാവം എല്ലാം വെടക്കാക്കൂലോ.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് ആര്? ഇങ്ങനൊരു ഫോട്ടോ സെക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താനും അരവിൻ്റെ കൂടെ ഒന്ന് ചെന്നോളൂ. ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസും വീഡിയോസും എനിക്ക് പേഴ്സണൽ മെയിൽ അയച്ചാൽ മതി. ഓക്കെ സർ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so Why are you so irresponsible? എത്ര വർഷമായി താനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് തൻ്റെ വശത്തുണ്ടായതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ താൻ എന്തിനാണ് വർക്ക് ചെയ്യാൻ വരുന്നത്? സോറി സർ, ഞാനിപ്പോൾ ശരിയാക്കാം. Get out, you idiot. ഓ, ആള് കളിപ്പിലാണല്ലോ. കഴിഞ്ഞു വന്നൊരു ഫോട്ടോ സെക്ഷൻ. എന്നാലും 5 വർഷം കൊണ്ട് ഒരാൾ ഇത്രയൊക്കെ ചേഞ്ച് ആവും. എൻ്റെ ഫോട്ടോസ് കണ്ടോ? ഹൗ ഇസ് ഇറ്റ്? ഓക്കെ. ഓക്കെ ഉള്ളൂ. ഗുഡ്. ഈ ടാറ്റു ഒക്കെ നീ എപ്പോഴും അടിച്ചേ? +2 കഴിഞ്ഞപ്പോൾ. പിന്നെ താൻ പറഞ്ഞല്ലോ എനിക്ക് ക്യൂട്ട് ഫേസ് ആണെന്ന്, അതൊന്ന് മാറ്റാനൊന്ന് ശ്രമിച്ചതാണ്. ജിമ്മിൽ പോകുന്നു, ടാറ്റു അടിക്കുന്നു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആണോ മോഡലിങ്ങിനോട്? മോഡലിങ്ങിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് തന്നോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അച്ചോ, ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. താൻ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഞാനിപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. എനിക്കിപ്പോഴും നീ പണ്ടത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്. എനിക്ക് 21 വയസ്സുണ്ട്. പണ്ട് താൻ കണ്ട കുഞ്ഞു പയ്യനല്ല ഞാനിപ്പോൾ. സോ ഡോണ്ട് കോൾ മീ അച്ചു. അതെനിക്കിഷ്ടമല്ല. ഹലോ, എനിക്കിപ്പോൾ 35 വയസ്സുണ്ട്. അപ്പോഴും ഇപ്പോഴും നീ എന്നേക്കാളും കുഞ്ഞു തന്നെയാണ്. ഓക്കെ, പിന്നെന്താ വിളിക്കണ്ടേ? എൻ്റെ പേര്, എനിക്കൊരു പേരില്ലേ, ആ പേര് വിളിച്ചാൽ മതി. പേര് വിളിക്കാനോ? അതെങ്ങനെ ശരിയാവുന്നേ? അതൊരു രസമില്ല. അച്ചു നല്ല പേരല്ലേ, അങ്ങനെ തന്നെ വിളിക്കാം. എനിക്കത് ഇഷ്ടപ്പെട്ടെ. തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല. അങ്കിള് ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? എന്നാ പെട്ടെന്ന് കഴിച്ചോ. എന്തായാലും ഞാൻ കഴിഞ്ഞു. എന്നാ ശരി, ഗുഡ് നൈറ്റ് അങ്കിൾ. കുട്ടിയാണ് ഒരു കുട്ടി. ഇയാളുടെ മുന്നിൽ ഞാൻ എന്നാണ് അപ്പോൾ വലുതാൻ പോകുന്നത്? അച്ചു, ജസ്റ്റി, നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? 1 വീക്കായി ജോയിൻ ചെയ്തിട്ട്. നീ എന്താ ഇവിടെയാണോ? അല്ല, അറിയാൻ പാടില്ല ചോദിക്കാം. നീ എന്നെ ഫോളോ ചെയ്യാണോ? സ്കൂളിൽ ഒരുമിച്ച്, കോളേജിൽ ഒരുമിച്ച്, ഇപ്പൊ ഇവിടെ ഒരുമിച്ച്.
ഉം, അതാണ് മോനെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അല്ലാതെ നീ എന്നെ ഫോളോ ചെയ്ത് വന്നതല്ല. ഞാനോ നിന്നെ ഫോളോ ചെയ്യാൻ? എന്തായാലും കുറച്ചായില്ലേ കണ്ടിട്ട്, നമുക്കൊന്ന് കൂടിയാലോ? ഇവന് എപ്പ വന്നു എന്ന് ചോദിച്ച പോരെ. ജസ്റ്റിനെ നിനക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിലും കോളേജിലും. പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ ഞങ്ങൾ ബെസ്റ്റ് ഷിപ്പായിരുന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ അത്? ആ പിന്നെ ഞാൻ അവൻ്റെ കൂടെ പുറത്തുനിന്ന് പോകുന്നുണ്ട്. നൈറ്റ് ഞാൻ ലേറ്റ് ആയിട്ടോ വരുള്ളൂ. പോലൊക്കെ പൊക്കും, ഇരുട്ടാവുന്നതിന് മുമ്പ് വീട്ടിൽ കയറിക്കോളണം. ഞാൻ നൈറ്റാ പുറത്തു പോകുന്നത്. അപ്പോൾ പിന്നെ ഇരുട്ടാവുന്നതിന് മുമ്പ് എങ്ങനെ വീട്ടിൽ കയറുന്നത്? അതൊന്നും എനിക്കറിയണ്ട. ഇതെന്തോ ഹോസ്റ്റലോ? ഇതൊന്നും അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ വീട് നോക്കിയോ? ഓക്കെ, ഇരുട്ടാവുന്നതിന് മുമ്പല്ലേ എത്തേണ്ടത്? എത്തിയിരിക്കും. നോക്കിക്കഴിഞ്ഞെങ്കിൽ കയറി വാ. നീ എന്തിനാ ഇങ്ങനെ മസിലെല്ലാം ഉരുട്ടി കയറ്റുന്നേ? ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ബോഡി വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. മലയാളികൾക്ക് എന്തിനാ 6 പാക്ക്? വേണ്ടാത്തവർക്ക് വേണ്ട, പക്ഷെ എനിക്ക് വേണം. ഇതൊക്കെ ഞാൻ ഹോട്ടലിലെ കുഴപ്പമില്ല. ആ അത്രേ ഉള്ളൂ. ഞാൻ വെച്ചു നിനക്ക് ബോഡിയുള്ള എന്നെ ഇഷ്ടം. അച്ഛൻ നീ തീരെ ലൈസൻസ് ഇല്ലാതെ ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടോ. ആ ലൈസൻസ് എടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ താൻ എനിക്കത് തരുന്നില്ലല്ലോ. അതെ, ഉത്തരം പറഞ്ഞിട്ട് പോ. പോയി. ഈ ഫാൻസിന്റെ ഒരു കാര്യം. അതെ, ഉള്ള ഫാൻസിനെല്ലാം ഫ്ലൈങ് കിസ് കൊടുക്കണം നമ്മുടെ കോൺട്രാക്ടർ എഴുതി വെച്ചിട്ടില്ല. ഓ, അപ്പോ താൻ എന്നെ ഇഗ്നോർ ചെയ്യാന്നും കോൺട്രാക്ടർ ചെയ്തിട്ടില്ലല്ലോ. അതിന് ഞാൻ എപ്പോഴാണ് നിന്നെ ഇഗ്നോർ ചെയ്തത്? എന്ത്? അപ്പൊ ചെയ്തില്ല ഇതുവരെ? അപ്പൊ ചെയ്താൽ എന്തായിരിക്കും? Wait, are you jealous? ഇതൊക്കെ കുറച്ച് നേരത്തെ പറയണ്ടേ? ഇനി ഞാൻ ആർക്കും ഉമ്മ കൊടുക്കില്ല, തനിക്ക് മാത്രം ഉമ്മ തരുള്ളൂ. What? അച്ചു വായി തോന്നി വിളിച്ചു പറയാൻ നിൽക്കരുത്. ഞാൻ പോവാ, എനിക്ക് ഷോക്ക് ചെയ്ത് വെക്കാണ്ട്. അല്ല, നമുക്കൊന്ന് പുറത്ത്. ഞാനൊരു ആഡിന്റെ കൺസെപ്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യണം. ഇതെന്താ റേഡിയോ? അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കരുത്, നമ്മളെല്ലാം ഇങ്ങോട്ട് കേൾക്കണം.
അച്ചു ബാ പോവാം. അയ്യോ ഇതാര്? അങ്കിളോ? അങ്കിൾ ഇവിടേക്ക് വരുമോ? അച്ചു കം വിത്ത് മീ. ഓ, താനെന്നെ തൻ്റെ മോനായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാ കേട്ടോ, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ചത്താലും അവനെ സമ്മതിക്കില്ല. അച്ചു നീ എൻ്റെ കൂടെ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ? നോ, ഞാൻ വരുന്നില്ല. ഞാൻ അവനെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതിയോ? നോ താങ്ക്സ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ നിനക്ക് 5 മിനിറ്റ് ടൈം തരും. അതിനുള്ളിൽ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല, എൻ്റെ വീട്ടിലും കയറാൻ പറ്റില്ല. ഓ ഭീഷണി, അതും എൻ്റെ അടുത്ത്. ഓ സീരിയസ് ആണല്ലോ. ഓ റിസ്ക് എടുക്കണ്ട. എവിടെയാ നമ്മുടെ വണ്ടി ഇരിക്കുന്ന? ബാബു, അച്ചു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പാതിരാത്രി ഏതെങ്കിലും ബാറിൽ പോയി പിന്നെ കുടിക്കാൻ നിൽക്കരുതെന്ന്. വല്ല മീഡിയാസും മറ്റും കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാളെ വല്ല ന്യൂസ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അത് നിന്നെ മാത്രമല്ല എഫക്റ്റ് ചെയ്യാം, എൻ്റെ കമ്പനിയെ കൂടെ എഫക്റ്റ് ചെയ്യും. തൻ്റെ ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ട് ജീവിച്ചു ബാക്കിയുള്ളവനോട് ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നതും തനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതും തൻ്റെ പോസിറ്റീവ് റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊന്നും തനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ തനിക്ക്? അച്ചു നിനക്കറിയില്ലേ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്ത് പോസിബിൾ അല്ലാന്ന്? ഞാൻ സച്ചുവിൻ്റെ അനിയനായിപ്പോയതുകൊണ്ടാണോ? അതോ നമ്മൾ തമ്മിൽ 10-12 വയസ്സ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണോ? ഇനി നമ്മൾ രണ്ടും ബോയ്സ് ആയതുകൊണ്ടാണോ നിനക്ക് പ്രശ്നം? എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അച്ചു നീ പോയി കിടക്കാൻ നോക്ക്. തനിക്ക് വേറൊന്നും എന്നോട് പറയാനില്ല? നോ. ഹലോ അച്ചു. ആ അങ്കിളെ, എന്താ ഈ സമയത്ത്? അതൊന്നും പറയണ്ട. ഞാൻ മെൽവിന് ഒരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റാക്കിയായിരുന്നേ. അപ്പോൾ അവര് ആഫ്റ്റർനൂൺ കണ്ടുമുട്ടിയായിരുന്നു. പക്ഷെ അവനൊന്നും പറയുന്നില്ല അതേപ്പറ്റി. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നീ അവനോടൊന്ന് ചോദിക്കുക ആ പെങ്കൊച്ചിനെ അവന് ഇഷ്ടപ്പെട്ടു എന്ന്. എത്ര കാലം എന്ന് വെച്ചിട്ട് അങ്ങനെ കല്യാണം കഴിക്കാതെ ജീവിക്കുക? ഞാൻ ചോദിക്കാം. എന്നാ ശരി മോനെ, കിടന്നോ, രാത്രിയായില്ലേ? ശരി. എന്തായിരുന്നു ഇന്ന്? എന്ത്? നിന്റെ പപ്പ ഇപ്പോൾ വിളിച്ചായിരുന്നു. നീ ഏതോ ഡേറ്റിന് പോയിന്ന്? അത് സോ ഞാൻ കേട്ടൊക്കെ സത്യമാണ്. ഇത്രയും കാലം കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഡേറ്റിന് പോകാൻ എന്താ? അച്ചു എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു മണ്ടന. തനിക്ക് വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തൊരു മണ്ട്. തനിക്ക് ഗേൾസിനോടാ താല്പര്യം എന്നുണ്ടെങ്കിൽ അതെന്നോട് പറയായിരുന്നു. അച്ചു നീ വിചാരിക്കുന്നവരൊന്നും അല്ല. എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിലും കേൾക്കാനുള്ളതെല്ലാം ഞാൻ കേട്ടില്ലേ. ഇനി ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാവും. അച്ചു ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. കേട്ടതൊക്കെ മതി. ഇന്നും കൂടി ഞാനിവിടെ നിന്നോട്ടെ. നാളെ ഞാൻ എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോളാം.
ഇവനെ ഞാൻ ഇന്ന് അച്ചു ഞാനൊന്ന് കിടക്കട്ടെ. നീ എവിടെയും പോകുന്നില്ല. ഞാൻ പറയുന്നെല്ലാം കേട്ടിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാന്ന്. പിന്നെ നീ നിന്റെ ഇഷ്ടപ്രകാരം ഓരോന്നും മനസ്സിൽ കണ്ട് പറയുകയാണോ ചെയ്യുന്നത്? പിന്നെ പപ്പ എനിക്കിങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അത് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പരിസരത്തേക്ക് ഞാൻ പോയില്ലായിരുന്നു. ഇനി നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? സോ അവളെ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല? അവളെ എന്നല്ല, എനിക്ക് വേറെ ആരും ഇഷ്ടമല്ല. ഇപ്പം ഹാപ്പി ആയില്ലേ? അങ്ങനെ പറയരുത്. അപ്പോൾ ഞാനോ? എന്നെ ഇഷ്ടമല്ല? എനിക്കറിയില്ല. വാട്ട്? അറിയില്ലെന്നോ? ഇന്ന് ഞാൻ ഇതിനിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കും. ഞാനൊന്നും കാണുന്നില്ലെന്നാണ് തൻ്റെ വിചാരം. ആക്ച്വലി തനിക്ക് ജലസല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് മിണ്ടുന്നത്, ഞാൻ ഫാൻസിന് ഉമ്മ കൊടുക്കുന്നത് ഒക്കെ തനിക്ക് പ്രശ്നം. അതുപോലെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഷർട്ട്ലെസ് ആവുന്ന സമയത്തൊക്കെ താനിങ്ങനെ വായിൽ വെള്ളം ഒഴുകി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് താൻ വിചാരിക്കരുത്. അച്ചു, വായി തോന്നി വിളിച്ചു പറയാൻ നിൽക്കരുത്. ഞാൻ എപ്പോൾ വായി നോക്കിയെന്ന്? എപ്പോഴാ താൻ വായി നോക്കാത്തേ ഉള്ളത്? സത്യം പറയുമ്പോൾ ഇങ്ങനെ നോക്കി പഠിപ്പിച്ചൊന്നും ഒരു കാര്യമില്ല. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ളവനെ പുറകെ നടത്തിപ്പിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെ മര്യാദയ്ക്ക് വാ. എന്ത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് ചെവിക്ക് എന്താ കുഴപ്പമുണ്ടോ? ഇല്ല, എന്നാലും ഒന്നും കൂടി പറ. അച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എപ്പോഴാ എന്നാ ഇത് തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ലൈഫ് ലോങ് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. So now we are boyfriends, right? Can I? എന്താ? Can I kiss you? ഓ, പെർമിഷൻ ഒക്കെ ചോദിക്കുന്നേ? ഇതൊന്നും ഞാൻ പണ്ട് കണ്ടിട്ടല്ലോ. അത് പിന്നെ താൻ ഉറങ്ങിക്കിടക്കല്ലേ, ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. ഓ, അങ്ങനെ. Can I kiss you? Please?